അപ്പോൾ ഇന്നത്തെ വീട് എന്താ വെച്ചാൽ നമ്മുടെ വല്യപ്പാൻ്റെ വണ്ടീൻ്റെ രജിസ്ട്രേഷൻ ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ പണി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കൂട്ടുകാരൻ ഒരാൾ വരുന്നതാണ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സൂബ്രമാണ് വരുന്ന പറഞ്ഞത്. അപ്പോൾ ആളങ്ങനെ കാത്തുനിന്ന് ചടച്ച് കുറേ നേരം നോക്കി നിന്ന് ആളിപ്പോൾ വരും തോന്നുന്നു. നമുക്ക് എന്നാലും കുറച്ച് നേരം വെറുതെ പുറത്ത് വെയിറ്റ് ചെയ്ത് നോക്കാം. ആളെങ്കിലും അതേമാതിരി തന്നെ ഒരു അടിപൊളി വണ്ടിയുണ്ട്. കുറച്ചും കൂടി ഓൾഡാൻ തോന്നുന്നു. ഫോർഡിൻ്റെ വണ്ടിയായിട്ടാണ്. അപ്പോൾ ആളതുകൊണ്ട് കൂട്ടാൻ വരുന്നത് എന്തായാലും ആളിവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ആളത് ഇവിടെ മെല്ലെ ഉറുമ്പരിക്കണ മാതിരി വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് സുഖബ്രോ വിശേഷം? എങ്ങനെയുണ്ട്? സുഖമാണോ? ഒന്നും പറയേണ്ട സ്പീഡ് ബ്രോ, വണ്ടിയൊക്കെ ആകെ പണിയായി കിടക്കാൻ തോന്നുന്നു. അന്നേരം സുഖം കിട്ടാൻ നിൻ്റെ വണ്ടിക്ക് എന്താ കുഴപ്പം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് സെറ്റാക്കാമല്ലോ വണ്ടിയൊക്കെ. അതൊന്നുമില്ല അണ്ണാ, ഞാൻ നോക്കുമ്പോണ്ടല്ല ഒരു വണ്ടി ചേർത്താന്നില്ല. പിന്നെ വണ്ടിക്ക് തീരെ പുള്ളിങ്ങുമില്ല. എന്താ ചെയ്യേണ്ടറിയില്ല. നീ എന്തിനാണ് സുഖമോനെ പേടിക്കുന്നത്? ഞാനല്ല നിൻ്റെ പിള്ള, ഞാൻ നിൻ്റെ ചങ്കല്ല. ഞാൻ എന്തായാലും നീ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇട്, നമുക്ക് അവിടെ തന്നെ പണിക്ക് കൊടുക്കാം. അവിടുത്തെ പണിക്കാരെ നിനക്കറിയാം അടിപൊളിയായിട്ട് പണിയെടുക്കും. നിനക്ക് വണ്ടി ഫുള്ള് പണിയാണ്, അവിടെ കിടന്ന് പണിയാലോ. എന്തായാലും അങ്ങോട്ട് വീട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ മെക്കാനിക്കൽ ഷോപ്പ് എത്തിയിട്ടുണ്ട്. എടാ സുഖം, നീ കുറച്ചും കൂടി മുന്നേ വെച്ചോ. എന്തായാലും ഇവൻ്റെ വണ്ടിയിൽ നിന്ന് ഇവിടെ തന്നെ പണിക്ക് കൊടുക്കാനാണ് പ്ലാന്. ഓക്കെ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി ഇവിടെ നിന്ന് പാർക്ക് ചെയ്ത് ഇറക്കാം. നമ്മളെ വണ്ടി ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. നോക്ക് ഇതെന്താ പണി ചെയ്യുന്നേ? എന്റെ അമ്മ തുരുമ്പിച്ച സാധനമാണ് ഇങ്ങനെ ആക്കിച്ചിക്കണെന്ന്. സൂപ്പറിനെ നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? നമ്മൾ പണിയെടുക്കാൻ നല്ല സ്ഥലത്തല്ലേ കൊടുക്കുള്ളൂ. വണ്ടി എങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തിരിക്കുന്നു തോന്നുന്നു. ഞാൻ കളർ സജഷൻസും പിന്നെ അലോയി മാത്രമേ ഇട്ടെടുത്തുള്ളൂ. ബാക്കിയൊക്കെ ഒരു അടിപൊളിയായിട്ട് തന്നെ പറഞ്ഞ് നല്ല സെറ്റാക്കിയുള്ള തുരുമ്പും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നല്ല വണ്ടി കറക്റ്റ് ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് ഇറങ്ങുന്നത് അതേ ഒരു രീതിക്ക് ഇറങ്ങിയിട്ടുണ്ട്. സുഖമൊക്കെ അങ്ങോട്ട് ഞെട്ടി കിളിയോന്ന് തോന്നുന്നു. അണ്ണ എനിക്കിതേപോലെ ഇറക്കണം അണ്ണ, പ്ലീസ് അണ്ണ, ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ണ. അണ്ണ വണ്ടി അടിപൊളി അണ്ണ, എനിക്കൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. അടിപൊളി നോക്കണ്ട സുഖ, കഷ്ടപ്പാടല്ലേ കുറേ കാലത്തിൻ്റെ ശേഷമുള്ള സെറ്റ് എന്നല്ല ഗൈസ്. അപ്പോൾ വണ്ടി ഇത് സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ പറയാം. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ മാറ്റി നമുക്ക് അപ്പർ സൈഡിൽ ഇടാം. അങ്ങനെ ഗൈസ് നമ്മൾ വണ്ടി ഏകദേശം ഇവിടെ ഇട്ടു. അപ്പോഴത്തേക്ക് സുഖുവിൻ്റെ വണ്ടി എടുക്കണം പറഞ്ഞിട്ട് അതാ പോകുന്നത്. എങ്ങോട്ട് കൂടുന്നവേ പിടണമേ. ഇനി അതിപ്പോൾ എടുത്തിട്ട് വരണം ഗൈസ്. അപ്പോൾ സുഖുവിൻ്റെ ആഗ്രഹവും ഇത് തന്നെയാണ് ഗൈസ്. സുഖുക്ക് ഇതേമാതിരി നല്ലൊരു വണ്ടി പണിതെടുക്കണമെന്ന് പറയുന്നുണ്ട്. അവൻ്റെ വണ്ടി റീസ്റ്റോർ ചെയ്യണം പറയുന്നുണ്ട് ഗൈസ്. അവനെന്തെങ്കിലും എത്തുമോ? കുറേ നേരമല്ലേ പോയിട്ട്. എന്തോ ഇത് നമ്മൾ വണ്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ആ ഒരു ക്രീം കളർ, ആ റെഡിലേക്ക് ഒരു ക്രീം കളറും കൂടി നമ്മൾ സെറ്റായി ഉണ്ടാവും. ഇവനിത് കുറേ നേരമല്ലേ പോയിട്ട്. ഇത് എന്നെങ്ങാനും എത്തുവേ. ഇതാണ് എനിക്ക് ഇത് ഭയങ്കര ദേഷ്യമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ അവനെ അടിപൊളി നൈസാണ് നൈസ്. വരണമെങ്കിൽ ഒരു 1.25 മണിക്കൂർ പിടിക്കും. എത്തിയ വണ്ടി വരുന്നതാണ് നല്ല രസമുണ്ടല്ലേ. വണ്ടി സ്റ്റോക്ക് തന്നെ കുറച്ചുകൂടി ലോ വേർഡാന്ന് തോന്നുന്നു. അവൻ ചെയ്തല്ല അങ്ങനെ തന്നെയാണ് തോന്നുന്നു. കമ്പനിയിൽ നിന്ന് അങ്ങനെ തന്നെയാണ് വരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും അവനോടെ പാർക്കോട്ടെ. എന്തൊരു ലാഗടാ വേം പാർക്കാക്കടാ. ഇത് അണ്ണന്റെ വണ്ടിയല്ല, എന്റെ വണ്ടിയാണ്. ഇതന്നു പാർക്കാവൂരണ്ണ. ഈ അണ്ണനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു പാടേ ഗൈസ്. അപ്പോഴത്തേക്ക് ഞാനൊന്ന് വണ്ടി സെറ്റാക്കി ഒന്നുകൂടി പാർക്കാക്കാൻ വിചാരിച്ചു. എന്തായാലും വണ്ടി അങ്ങനെ അടക്കല്ലേ. വണ്ടി ഫുള്ള് സെറ്റാക്കി ഉണ്ട്. എന്തായാലും നമ്മുടെ ഫ്രണ്ട് തന്നെ നമ്മുടെ പേരാണ് കൊടുത്തിട്ടുണ്ട്, സ്പീഡ് വെയിറ്റ് എന്നുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ വോട്ടക്സ് സ്ക്രൂന്നും കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇന്നത്തെ വീഡിയോയിലുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതിന് ടാറ്റാ ബൈ, സീ യു.